ഹലോ ഫ്രണ്ട്സ്, സ്വീറ്റ് ഹോമിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് പോകാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഹൈൻസു അവന്റെ ഫാമിലിയുമായി ഒരു ട്രിപ്പ് പോയത് കാണിക്കുന്നു. അതിലവൻ അവന്റെ ഫോണിലൂടെ എന്തിനോ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അവന്റെ അച്ഛൻ ആ സമയം അവനെ വഴക്ക് പറയുന്നു. നീ എത്ര കാലം ഇങ്ങനെ തുടരുമെന്ന് അവന്റെ അച്ഛൻ ചോദിക്കുന്നു. നീ റൂമിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. ഇതെല്ലാം അവന്റെ അച്ഛനെ വല്ലാതെ ദേഷ്യപ്പെടുത്തുന്നുണ്ട്. അച്ഛന്റെ ആ ചീത്ത പറച്ചിൽ പക്ഷെ അവന് ഇഷ്ടപ്പെട്ടില്ല. ഈ സമയം അവന്റെ അനിയത്തി ഇടപെടുന്നു. അച്ഛാ, ഇത് നമ്മുടെ ഫാമിലി ട്രിപ്പാണ്, ആവശ്യമില്ലാതെ അത് റൂയിൻ ചെയ്യണ്ട എന്ന് അവൾ പറയുന്നു. പക്ഷേ അവൻ അവളെയും വഴക്ക് പറയുന്നു. നിനക്കും എന്നെ വലിയ താല്പര്യമൊന്നുമില്ലല്ലോ, നീ എന്നെ കുറിച്ച് കുറ്റം പറയുന്നത് ഞാൻ കേട്ടു എന്ന് അവൻ പറയുന്നു. അമ്മ അവനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നു. നിനക്ക് ഇതെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും, അവന് എന്തെല്ലാമോ പ്രശ്നങ്ങളുണ്ട്, അതാണ് അവർ സൂചിപ്പിക്കുന്നത്. അമ്മയും മോശമല്ല, അമ്മയ്ക്കും എന്നെ ഇഷ്ടമല്ല എന്നവൻ പറയുന്നു. അവന്റെ സ്വഭാവത്തിൽ എന്തോ മാറ്റം കാണുന്നു. അവൻ അവരോട് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ മരിക്കുമെന്ന് പറയുന്നു. പെട്ടെന്ന് അവരുടെ മുന്നിലൂടെ വന്ന ട്രക്ക് ആ കാറിലേക്ക് ഇടിച്ചു കയറുന്നു. ആ ആക്സിഡന്റിൽ അവന്റെ അച്ഛനും അമ്മയും അനിയത്തിയും കൊല്ലപ്പെട്ടു. അവൻ മാത്രം രക്ഷപ്പെട്ടു. ആ ആക്സിഡന്റ് കഴിഞ്ഞ് കുറെ കഴിഞ്ഞാണ് അവൻ കണ്ണു തുറക്കുന്നത്. അവൻ താൻ എത്ര നാളായി ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നു എന്ന് ചോദിക്കുന്നു. കുറെ കാലമായി എന്ന് അവിടെയുള്ള ആൾ പറയുന്നു. അവൻ അവനൊരു സ്വപ്നം കണ്ടതായി പറയുന്നു. അവൻ ആ സ്വപ്നത്തെക്കുറിച്ച് ആലോചിക്കുന്നു. അതിൽ നമ്മൾ ആദ്യം കണ്ട സീനുകളെല്ലാം കാണിക്കുന്നു. അവൻ ആ ഫ്ലാറ്റിൽ പോയതും അവിടെ നിന്ന് മരിക്കാൻ പോയതും ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുന്നതും അവൻ ആ മോൺസ്റ്റേഴ്സിനെ കാണുന്നതും ആ കുട്ടികളെ രക്ഷിക്കാനായി അവൻ പോകുന്നതും അതെല്ലാം അവൻ സ്വപ്നമായി കണ്ടതായിട്ടാണ് തോന്നുന്നത്. അതിൽ അവനൊരു മോൺസ്റ്ററായി മാറുന്നത് അവൻ കാണുന്നു. അവൻ അവന്റെ അങ്കിളിനോട് തനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണമെന്ന് പറയുന്നു. അവന്റെ അങ്കിൾ പോകുന്നതിന് മുമ്പേ നീ നല്ലപോലെ ജീവിക്കണമെന്ന് പറയുന്നു. നിന്റെ മരിച്ചുപോയ ഫാമിലിക്ക് വേണ്ടിയെങ്കിലും എന്ന് അയാൾ ആവശ്യപ്പെടുന്നു. നീ മാത്രം രക്ഷപ്പെട്ടതിന് പിറകിൽ എന്തെങ്കിലും ഒരു കാരണം കാണും, അയാൾ പറഞ്ഞിട്ട് പോകുന്നു. അടുത്ത സീനിൽ അവനൊരു സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. അവൻ തനിക്ക് ഇങ്ങനെ ഒരു അങ്കിൾ ഉണ്ടോ എന്നാണ് ആലോചിക്കുന്നത്. അവനൊന്നും തന്നെ ഓർമ്മയില്ല. പെട്ടെന്നാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവന്റെ അടുത്തുകൂടെ നടന്നു വന്ന ആൾക്കാർ അവനെ തന്നെ ഉറ്റുനോക്കുന്നു. അവന്റെ അടുത്തെത്തുന്ന അവർ പെട്ടെന്ന് അപ്രത്യക്ഷമായി പോകുന്നു. ഇതെന്താണ് കാരണം? അങ്ങനെ ആ സ്ട്രീറ്റിലുള്ള എല്ലാവരും തന്നെ അപ്രത്യക്ഷമാകുന്നു. എല്ലാവരും അപ്രത്യക്ഷമായതിനു ശേഷം അവിടെ അവന്റെ തന്നെ പ്രതിരൂപം കാണുന്നു. അത് മോൺസ്റ്ററായി മാറിയ അവന് തന്നെയാണ്. ആ മോൺസ്റ്റർ ഇവരോട് പറയുന്നു, നിനക്ക് ഇതല്ലേ വേണ്ടിയിരുന്നത്? ലോകത്തിലുള്ള എല്ലാവരും അപ്രത്യക്ഷമായി പോണം, അതല്ലായിരുന്നു നിനക്ക് ആഗ്രഹം, അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ആ മോൺസ്റ്റർ ഇവനോട് പറയുന്നു, ഞാൻ നീ തന്നെയാണ്, നിനക്ക് ഇഷ്ടമില്ലാത്ത എല്ലാവരെയും ഞാൻ അപ്രത്യക്ഷമാക്കി തരാം, നീ ഞാനായി മാറിയാൽ മാത്രം മതി. ഇങ്ങനെ അത് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൻ ആ മോൺസ്റ്റർ ആകാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് അവനെ ആ കുട്ടികൾ വിളിക്കുന്നതായി കേൾക്കുന്നു. അവന് ബോധം വരുന്നു. അവന്റെ മേലേക്ക് ഒരു വാതിൽ ആരോ ഇടിച്ചിടുന്നു. അതൊരു വലിയ മോൺസ്റ്ററാണ്, ഭീമാകാരനായ ഒരു മോൺസ്റ്റർ. അവൻ ആ വാതിലിനടിയിൽ പെടുന്നു. അവിടെ ആ കുട്ടികളുണ്ട്. അവർ ആ മോൺസ്റ്ററെ കണ്ട് പേടിച്ചു പറിച്ചു. അത് മതിലിന്റെ അപ്പുറത്താണുള്ളത്. അത് മതിലിടിച്ചിടിച്ച് പൊളിച്ച് ഇപ്പുറത്തേക്ക് വരാൻ നോക്കുന്നു. ആ കുട്ടികൾ അവനെ കൈപിടിച്ച് വലിച്ച് അവനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട്. അവൻ പക്ഷേ ബോധം കെട്ട് കിടക്കുകയാണ്. അവൻ എഴുന്നേൽക്കുന്നില്ല. ആ മോൺസ്റ്റർ ഇപ്പുറത്തേക്ക് വരുന്നു. ആ കുട്ടികളുടെ നേരെ അവരെ പിടിക്കാനായി കൈ നീട്ടുന്നു. അടുത്ത സീനിൽ യൂഞ്ചിസുവിനെയും ജെൻജയെയും കാണിക്കുന്നു. ജെൻജെ അവന്റെ വാൾ തുടച്ച് വൃത്തിയാക്കുകയാണ്. യൂഞ്ചിസു അവനോട് ചോദിച്ചു, നീ ആ സൗണ്ട് കേട്ടില്ലേ? കേട്ടു എന്ന് അവൻ പറയുന്നു. അതെന്തായിരിക്കുമെന്ന് അവൾ ചോദിക്കുന്നു. ആ മോൺസ്റ്റർ മതിലിടിക്കുന്ന സൗണ്ടാണ് അവർ കേട്ടത്. അവന് അവിടെ എന്താണെന്ന് നോക്കാൻ പോകാൻ പോലും താല്പര്യമുണ്ടായിരുന്നില്ല. അവനാകെ ഡെസ്പായിരിക്കുകയാണ്. അവൾ അവനോട് പറയുന്നു, മറ്റുള്ളവരെ രക്ഷിക്കാതിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാകില്ല, അവന് ദൈവഭയം ഉണ്ടെന്ന് അവൾക്കറിയാം. അടുത്ത സീൻ, ആ കുട്ടികൾ നോക്കുമ്പോൾ ആ മോൺസ്റ്ററുടെ കാൽ ഹൈൻസു പിടിച്ചിരിക്കുകയാണ്. അവൻ തന്റെ സർവ്വ ശക്തിയും എടുത്ത് അതിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതിനെ അനങ്ങാൻ സാധിക്കുന്നില്ല. അവന്റെ കണ്ണുകൾ കറുത്തിട്ടുണ്ട്. അവൻ ആ സമയം മോൺസ്റ്ററാണ്. എന്നിട്ട് അവൻ ആ കുട്ടികളെ രക്ഷിക്കാനാണ് നോക്കുന്നത്. അവൻ അവരോട് ഓടാൻ പറയുന്നു. ആ മോൺസ്റ്റർ ആ കുട്ടികളെ പിടിക്കാൻ നോക്കുന്നുണ്ട്. അവൻ ആ മോൺസ്റ്ററുടെ കാൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ പിടിക്കാൻ ആ മോൺസ്റ്ററിന് സാധിക്കുന്നില്ല.